ശ്രീലേഖയെ പൂട്ടാനുള്ള ചില നീക്കങ്ങളൊക്കെ പല ഭാഗത്തുനിന്നും ഉണ്ടായി. അത് നമ്മൾ രാവിലെ ABC ലൈവില് നമ്മൾ ആ വാർത്ത കൊടുത്തതാണ്. പക്ഷെ അപ്പോൾ ശ്രീലേഖയുടെ ഭാഗം നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ശ്രീലേഖ മാധ്യമങ്ങളെ കണ്ടു. അവര് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. അതായത് 2002 ഈ കേസ്. 2002 രജിസ്റ്റർ ചെയ്ത കേസാണ്. അന്ന് ഈ പെൺകുട്ടിക്ക് പ്രായം കുറവാണ് എന്ന് പറഞ്ഞാണ് കേസ് അന്വേഷണം തുടങ്ങിയത്. പിന്നീട് അന്വേഷിച്ചപ്പോൾ കിളിരൂർ കേസുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് അന്വേഷിച്ചപ്പോൾ പെൺകുട്ടിക്ക് 2003 അന്വേഷണം നടന്നപ്പോൾ ആ പെൺകുട്ടിക്ക് ആ സമയത്ത് 20 വയസ്സിന് അടുപ്പിച്ചുണ്ടായിരുന്നു. ഒരുപക്ഷെ അതറിയാതെ ആയിരിക്കാം ഈ R ജയചന്ദ്രൻ എന്ന് പറയുന്ന ആള് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അങ്ങനല്ല. ഈ അതിജീവിതങ്ങളുടെ പേരെ വെളിപ്പെടുത്തുന്നത് 18 വയസ്സ് പോക്സോ കേസ് ആണെന്നുള്ളതല്ല. ഇതിപ്പോൾ പോക്സോയിൽ നിന്നുള്ള ഒരു മാറ്റം മാത്രമേ വരുന്നുള്ളൂ. പ്രായപൂർത്തിയാണെങ്കിലും പേര് പറയാൻ പാടില്ലെന്നാണല്ലോ. അങ്ങനെ ഒരു സ്ത്രീയുടെയും അതിജീവിത പീഡിപ്പിക്കപ്പെട്ട ഒരാളുടെയും പേര് പറയരുതെന്നാണ് നിയമം. അപ്പോഴോ അവര് അങ്ങനെയാണ് ശ്രീലേഖ പറയുന്നത്. അപ്പൊ അതിനുശേഷം ഇപ്പോ അതിജീവിതമാരുടെ പേര് പ്രായപൂർത്തിയാകാത്ത ആളുടെ പേര് പറഞ്ഞു എന്നാണ് ഈ പരാതി. പേര് പറഞ്ഞതിലല്ല, അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല ആ സമയത്ത് അവർ എന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ശ്രീലേഖ പറയുന്നത് 2003 ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് 20 വയസ്സുണ്ട്. പോക്സോ കേസ് ചീറ്റിപ്പോയി, സമ്മതിക്കുന്നു. പക്ഷെ അപ്പോഴും ഈ പേര് പറയുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. അതിന് മറുപടി വല്ലതും പറഞ്ഞോ ശ്രീലേഖ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല സാർ. അങ്ങനെ അത്രയും ഒരു DGP ആയിരുന്ന ഒരു ലേഡി, അവര് ഒന്നും അറിയാതെ അവരുടെ സസ്നേഹം ശ്രീലേഖ എന്ന് പറയുന്ന യൂട്യൂബിൽ വന്നിരുന്ന അവര് വായി തോന്നുന്ന എന്തെങ്കിലും വിളിച്ചു പറയാൻ, മാധ്യമ പ്രവർത്തകരല്ലല്ലോ അവര്, വായി തോന്നുന്ന എന്തെങ്കിലും വിളിച്ചു പറയാനുള്ള ഒരു ഇതല്ല. അതിനപ്പുറം കുറച്ച് തലയ്ക്കകത്ത് താമസം ഉള്ളത് കൊണ്ടാണല്ലോ അവര് ആദ്യത്തെ വനിതാ DGP ആയത് കേരളത്തില്. അപ്പൊ അവര് വെറുതെ അതങ്ങനെ വിളിച്ചു പറയുന്ന ഒരു ലേഡി അല്ല. അവര് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുകയും നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്ന ആളാണ്. അതെ. പക്ഷെ അതിനുള്ള മറുപടി കുറിക്കുകൊള്ളുന്ന ഒരു മറുപടിയും കൂടെ അവർ കൊടുത്തു. അതാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. അവർ പറഞ്ഞത് മറ്റൊന്നും പറഞ്ഞില്ല, കൂളായിട്ട് അവരൊരു കാര്യം സൂചിപ്പിച്ചു. അക്കാലത്തുള്ള എല്ലാ മാധ്യമങ്ങളിലും ആ പേര് വന്നിരുന്നു. ഇതാണ് പറഞ്ഞത്. അല്ലെ പിന്നെ മാധ്യമപ്രവർത്തകരൊക്കെ ആ പേര് എങ്ങനെ അറിയുന്നേ? അതാണ്. അല്ലെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ പോട്ടെ, കേരളത്തിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരാണല്ലോ മാധ്യമപ്രവർത്തകർ എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ആ ഗണത്തിൽ തന്നെ ഇരുന്നോട്ടെ. ജനങ്ങൾക്ക് ഇതെങ്ങനെ അറിയാൻ കഴിഞ്ഞു? അതാണ് അതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞത്. ആ മാധ്യമങ്ങളിലെല്ലാം വന്നിരുന്നപ്പോൾ എന്നെ ഈ കാര്യത്തിൽ ശിക്ഷിക്കുകയാണെങ്കിൽ, ഞാനൊരു യൂട്യൂബറാണ്, യൂട്യൂബിൽ വന്നു. പക്ഷേ ആധികാരികമായിട്ടുള്ള പത്രങ്ങളിലെല്ലാം, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പത്രങ്ങളിലെല്ലാം തന്നെ ഈ പേര് പിന്നെയും വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ വന്നിരുന്ന പേര് ഞാനും ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇക്കാര്യത്തിൽ ശ്രീലേഖയെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല. എല്ലാ മാധ്യമങ്ങളും ആ കുറ്റം ചെയ്തിരിക്കുന്നു. കുറ്റം തന്നെയാണ്, നിയമവിരുദ്ധം തന്നെയാണ്. പിന്നെ ആ പെൺകുട്ടിയൊക്കെ മരിച്ചു പോയതുകൊണ്ടും, അത് പിന്നെ പീഡനത്തിൻ്റെ ഒരു കാര്യം പിന്നെ ഇല്ലാത്തത് കൊണ്ടും, അപമാനം എന്ന് പറയുന്നത് പിന്നെ ആ കുട്ടിക്ക് ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. അതുകൊണ്ടും പിന്നെ വാർഷികത്തിൽ, അവരുടെ ചരമവാർഷികത്തിൽ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഈ പേരുകൾ ഒന്ന് അനുസ്മരിക്കണമെങ്കിൽ പേരോർക്കണ്ടേ, അവരുടെ പേരോർക്കണ്ടേ, ഓർത്തല്ലേ നമുക്ക് അത് അനുസ്മരിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട്, അങ്ങനെയുള്ള സാമൂഹികവും ധാർമ്മികവുമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഈ പേര് പറഞ്ഞത് ജസ്റ്റിഫൈഡ് ആണ്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റിഫൈഡ് ബൈ ദി റൂൾ ഓഫ് ലോ എന്നുള്ള പറഞ്ഞ് അവർ വെച്ചു. വളരെ വ്യക്തമായിട്ട് അവർ ജാമ്യം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം, R ജയചന്ദ്രൻ അല്ലേ, സി ജയചന്ദ്രൻ. R ജയചന്ദ്രൻ എന്ന് പറയുന്ന ആൾ ആര്, R ജയചന്ദ്രൻ ആര്, എന്നുള്ളതിന് ഉത്തരം, അതെ, ആ ഒരു ഉത്തരം കൂടെ കിട്ടി. അദ്ദേഹം വലിയ ആത്മാർത്ഥമായ മനുഷ്യാവകാശ പ്രവർത്തകനാണ് എന്നൊരു കാര്യം കൂടി. എന്നിട്ട് വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഈ ജയചന്ദ്രൻ നമ്മൾ കണ്ടോ? പേര് വരുന്നിടത്ത് മാത്രമേ പുള്ളിക്ക് ശ്രദ്ധയുള്ളൂ. പിന്നെ ഇടുക്കിയിൽ ഒരു 4 വയസ്സായ പെൺകുട്ടിയെ ഒരു CPM-കാരൻ പിന്നെ ബലാത്സംഗം ചെയ്ത് കൊന്നു. അവിടെ ഈ ആളുടെ പേര് കണ്ടായിരുന്നോ? ഈ ആലുവയിലെ 5 വയസ്സായ ഒരു പെൺകൊച്ചിനെ ഒരു ബംഗാളി ബലാത്സംഗം ചെയ്ത് ഒടിച്ചു മടക്കി ചാക്കി കെട്ടി കൊന്ന് പിന്നെ വച്ചിരുന്നു മാലുവ മാർക്കറ്റിൽ. അതിനെ പ്രതികരിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. എന്റെ അറിവില്ലായ്മയാണെങ്കിൽ തിരുത്തുക. ബംഗ്ലാദേശുകാരനല്ലേ? അതെ, ഇവിടത്തെ ഇതൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, അതാണ് കാര്യം. അപ്പൊ അങ്ങനെ ശ്രീലേഖ 2012 പറഞ്ഞത് മാത്രമേ ഇദ്ദേഹം കണ്ടിട്ടുള്ളൂ. അത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മ. അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായി. പേരാണ് പ്രശ്നം. ഇപ്പൊ ജയചന്ദ്രൻ ഒരാളുണ്ടെന്ന് ഇപ്പൊ ധന്യ എങ്ങനെ അറിയും? അല്ലെങ്കിൽ അറിയില്ല. തിരുവനന്തപുരത്തുകാരിയാണല്ലോ, അറിയില്ലല്ലോ. അപ്പൊ അറിയിക്കുക, അത് ഇടയാക്കി ശ്രീലേഖയൊന്ന് കൊടുക്കുക, അങ്ങനെ പേരെടുക്കാം. രണ്ടാമത്തെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യം. ഇവർ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവി മത്സരിച്ച മുരളീധരനായാലും വിറയ്ക്കും, VK പ്രശാന്ത് ആയാലും വിറയ്ക്കും. ഇതുപോലെ കലികില്ല, ആലില പോലെ വിറയ്ക്കും. ആ വിറ ഒഴിവാക്കൽ
എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. മനസ്സിലായില്ലേ? ആ ലക്ഷ്യം സാധിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ ലക്ഷ്യം അറിയപ്പെടുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നുള്ള പേര് അദ്ദേഹം നേടിയെടുത്തു. പക്ഷേ പോലീസുകാർക്ക് നേരത്തെ ഇയാൾ കേസ് കൊടുത്തിട്ടുണ്ടല്ലേ? കോടതി പോകുന്നതിന് മുമ്പ് പോലീസുകാർ നടപടിയെടുത്തില്ല. എന്താ കാര്യം? നടപടിയെടുക്കുവാണെങ്കിൽ രാജ്യത്ത് കണ്ടമാന മാപ്രകൾക്കെല്ലാം എതിരെ നടപടിയെടുക്കണം. എല്ലാ പത്രത്തിനും അവർ വായിക്കും പത്രം. എനിക്ക് ജയചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തോട് എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ജിഷ്ണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. അദ്ദേഹത്തിന്റെ അമ്മ മഹിമ എന്ന് പറയുന്ന സ്ത്രീയെ പിണറായി സർക്കാർ ഭരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, ആദ്യം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണെന്നാണ് എന്റെ ഓർമ്മ, അവരെ റോഡിലിട്ട് വലിച്ചിഴച്ച് കൊണ്ടുപോയി കേരള പോലീസ്. അന്ന് ഈ മനുഷ്യാവകാശ ലംഘനം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ കാണാനില്ല. ആശാ വർക്കർമാർ 100 ദിവസത്തോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭരണസിര കേന്ദ്രത്തിന് മുന്നിൽ ഇരുന്ന് സമരം നടത്തി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാതെ മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജയചന്ദ്രൻ രംഗത്തെത്തുന്നത് കണ്ടിട്ടില്ല. എത്ര മനുഷ്യാവകാശ ലംഘനങ്ങൾ. അതൊക്കെ പോട്ടെ, ഉമ്മൻചാണ്ടി കേരളത്തിലെ ജനകീയനായ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ മകൾ അച്ചു ഉമ്മനെതിരെ ഇവിടത്തെ CPM-കാർ നിരന്തരം പടച്ചുവിട്ടുകൊണ്ടിരുന്ന കള്ളക്കഥകൾ, ആ സ്ത്രീയുടെ വിവാഹിതയായ ഒരമ്മയായ സ്ത്രീയാണ്. ആ സ്ത്രീയെ ഒരു സ്ത്രീയാണെന്ന് പോലും ചിന്തിക്കാതെ അവരെ മാനസികമായി അവരെ തേജോവധം ചെയ്തതിന്റെ പേരിൽ ജയചന്ദ്രൻ ആർക്കെതിരെയും പരാതി കൊടുക്കുന്നതോ മനുഷ്യാവകാശ ലംഘനം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നതോ നമ്മളാരും കണ്ടിട്ടില്ല. എത്ര മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഇവിടെ നടന്നത്. ആംബുലൻസിൽ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു, സർജറി കഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്തു. ഇതിലൊന്നും ജയചന്ദ്രന്റെ മനുഷ്യാവകാശ ലംഘനം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയുമായി നമ്മളാരും കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ പറയുന്നു, അത് എന്റെ തെറ്റാണെങ്കിൽ താങ്കൾ തിരുത്തുക. അങ്ങനെ എത്ര മനുഷ്യാവകാശ ലംഘനങ്ങളാണ് സാർ നമ്മളിവിടെ കണ്ടത്? എത്ര എണ്ണ. ശ്രീലേഖ ആ പേര് പറഞ്ഞപ്പോഴാണോ ഇദ്ദേഹത്തിന് മനുഷ്യാവകാശ ലംഘനം നടന്നു എന്ന് മനസ്സിലായത്? ഏറ്റവും ഒടുവിൽ ഒരു വികലാംഗനായ യുവാവിനെ ഒരു പെൺകുട്ടി ബലാത്സംഗത്തിന് വഴങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മർദ്ദിച്ച് അവശനാക്കിയപ്പോൾ കൊല്ലാൻ നോക്കിയിട്ട് ഏതോ ഒരു ഭാഗ്യത്തിൽ ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ട വികലാംഗൻ കഴിഞ്ഞ 2 ദിവസം സംസാരിക്കാൻ ശേഷിയില്ലാത്ത, ചെവി കേൾക്കാത്ത ആളിനെ ഇങ്ങനെ പീഡിപ്പിച്ചു. ബലാത്സംഗത്തിന് വേണ്ടി ഒരു പെൺകുട്ടി പീഡിപ്പിച്ചപ്പോ ജയചന്ദ്രൻ അത് കണ്ടില്ല. ഇല്ല. അങ്ങനെ എത്ര കാര്യങ്ങളാണ് ജയചന്ദ്രൻ സാറേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. പഴങ്കഞ്ഞി ആക്രി എടുത്തോണ്ട് പഴങ്കഞ്ഞി ശ്രീലേഖ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP, ഇപ്പോ BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷ, ശാസ്തമംഗലം കൗൺസിലർ, ഇതിലൊക്കെ ഉപരി അവരൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയെ റിട്ടയർ ചെയ്ത ആളാണ്. ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥയും കൂടിയാണ്. അവർക്ക് നിയമവശങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഒരു പരാതിയെ എങ്ങനെ വളച്ചൊടിക്കണമെന്നും ഒരു പരാതിയെ ശരിയായിട്ട് എങ്ങനെ എഴുതണമെന്നും ഒരു പരാതി എന്താണെന്നും കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. ഒരു പരാതി എഴുതിയാൽ കേസ് എങ്ങനെ വരും, കേസ് എങ്ങനെ വരാതിരിക്കും, ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന ആളാണ് ശ്രീലേഖ എന്ന് പറയുന്ന വ്യക്തി. അവരുടെ ഒരു യൂട്യൂബ് ചാനൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ആളാവാൻ വേണ്ടി അവര് ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളെ പോലെയോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് മാധ്യമ പ്രവർത്തകരെ പോലെ ഒരു ആളല്ല. അവരല്ലെങ്കിൽ ഒരു മൊബൈലിൽ എടുത്തു വെച്ചിട്ട് എന്തെങ്കിലും ആളുകളെ 10 പറഞ്ഞ് റിയാക്ഷൻ വീഡിയോ അത് ഇതെന്നൊക്കെ പറഞ്ഞ് പണം വാങ്ങുന്ന ആളോ അല്ല അവര്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയായിരുന്ന റിട്ടയർഡ് ആയ ഒരു സ്ത്രീയാണ് അവര്. അവർക്കറിയാം എന്താണ് അവർ പറയുന്നത്, ആ പറയുന്നതിലൂടെ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ശ്രീലേഖ എന്ന് പറയുന്നത്. അപ്പൊ അവര് വെറുതെ അങ്ങ് വിടുവായിത്തരം വിളിച്ചു പറയുമെന്നോ ഇതിലൊക്കെ അജ്ഞതയാണ് അവർക്ക്, അതുകൊണ്ട് അവരെ പൂട്ടാൻ എളുപ്പമാണെന്നോ നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ ഭയം വട്ടിയൂർക്കാവിൽ ഇത്തവണ സീറ്റ് BJP-ക്ക് കിട്ടുമോ എന്നുള്ളതാണ്. ആ ഭയത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചാൽ നാണം കെടുന്നത് പരാതി കൊടുത്തവരായിരിക്കും. ആ പരാതി കോടതി തള്ളിയാൽ അത് തീർന്നു നിങ്ങളുടെ കാര്യം എന്ന് പറയുന്നത്. ശ്രീലേഖയെ എങ്ങനെങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് കുരുക്കിട്ട് തടയാൻ വേണ്ടിയിട്ടുള്ള ഹീനമായ ശ്രമമാണ് നടന്നത്. അത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പത്രപ്രവർത്തകർക്കെല്ലാം നമ്മളും കേസ് കൊടുക്കും. സിവിൽ റൈറ്റ്സ് നമുക്കും ഉണ്ടല്ലോ. അത് വെച്ചിട്ട് നമ്മളും കേസ് കൊടുക്കും. അതുകൊണ്ട് അതാണ് പേര് കൊടുത്ത എല്ലാ പത്രക്കാർക്കെതിരെയും നമ്മൾ കേസ് കൊടുക്കും. അപ്പോൾ പിന്നെ ഒരുപാട് പേര് കോടതി കയറേണ്ടി വരും, ജയിലിലും പോകേണ്ടതായിട്ട് വരും എന്നുള്ളതുകൊണ്ട് ഈ കാര്യത്തിലെല്ലാം തന്നെ നമുക്കെടുക്കാവുന്ന ഒരു തീരുമാനം പണ്ട് യേശു ക്രിസ്തു പറഞ്ഞു. 6 ദിവസം നിങ്ങൾ ജോലി ചെയ്യണം, 7-ാം നാളായ ശബാത്ത് ദിവസം, അതാണ് സൺഡേ, ശാബത്ത് ദിവസം നിങ്ങൾ വിശ്രമിക്കണമെന്നാണ്. അങ്ങനെ ഇരിക്കെ യേശു ക്രിസ്തു ഞായറാഴ്ച ഒരു ദിവസം ഇങ്ങനെ
വിശ്രമിക്കാതെ പണിയെടുക്കുന്നത് കണ്ടിട്ട് ഒരു അൽമായൻ ചോദിച്ചു, എന്താ കർത്താവേ അങ്ങ് അങ്ങനെ ചെയ്യുന്നത്? പണിയെടുക്കാൻ പാടില്ലെന്നല്ലേ അങ്ങ്? അപ്പം യേശു ക്രിസ്തു പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്യം ബൈബിളിലുണ്ട്. മാൻ ഈസ് നോട്ട് ഫോർ ശബത്ത് എന്നാണ്, ഞായറാഴ്ച. സബാത്ത് ഈസ് ഫോർ മാൻ എന്ന് പറഞ്ഞു. ഇത് AG ഗാർഡൻ എന്ന് പറയുന്ന സുപ്രസിദ്ധ ഇംഗ്ലീഷുകാരൻ അദ്ദേഹത്തിൻ്റെ ഭാഷയിലേക്ക് ഇങ്ങനെ പറഞ്ഞിട്ട്, മാൻ ഈസ് നോട്ട് ഫോർ റൂൾ ഈസ് ഫോർ മാൻ. ഈ നിയമങ്ങൾ എന്തിനാ? മനുഷ്യന് വേണ്ടിയാണ്, അല്ലാതെ മനുഷ്യൻ നിയമത്തിന് വേണ്ടിയല്ല. ശ്രീലേഖ യൂട്യൂബിൽ എഴുതിയോണ്ട് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? കേരളീയ സമൂഹത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ഇത്രയും എന്താ പറയുക, മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വേണ്ടി ഓടുന്ന അദ്ദേഹത്തോട് കിളിരൂരിലെ പെൺകുട്ടിക്ക് നീതി കിട്ടിയോ? കവിയൂരിലെ പെൺകുട്ടിക്ക് നീതി കിട്ടിയോ? പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും ആ മരണപ്പെട്ടു പോയ പെൺകുട്ടിയുടെ അമ്മ ഇപ്പോഴും നടക്കുന്നുണ്ട്. യഥാർത്ഥ പ്രതി അല്ല ജയിലിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. നിർഭയ കേസിലെ പെൺകുട്ടിക്ക് നീതി കിട്ടിയോ? നീതി കിട്ടിയെങ്കിൽ ഇതൊക്കെ നടന്നതിന് ശേഷം പിന്നെ ഒരു കിളിരൂറും കവിയൂറും നിർഭയയും പെരുമ്പാവൂരും ഗോവിന്ദചാമിയുടെ കേസും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം ഉണ്ടാകുന്നില്ലേ? ഈ 2 ദിവസം മുമ്പ് വരെ ഉണ്ടായ സംഭവ വികാസങ്ങൾ കേരളത്തിലുണ്ട്. ഇതൊന്നും നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടില്ല, ഇതൊന്നും കണ്ടിട്ടുമില്ല. ശ്രീലേഖ പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ മനുഷ്യാവകാശം, ഈ ചെയ്തവന്മാർക്കാർക്കും മനുഷ്യാവകാശ ലംഘനമില്ല, ഇതിന് കൂട്ടുനിന്നവൻ ചെയ്യിപ്പിച്ചവർക്ക് രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും പ്രശ്നമില്ല, ശ്രീലേഖയ്ക്കാണ് പ്രശ്നം. ശ്രീലേഖയാണ് പ്രശ്നം. ഇനി ഒരു കാര്യം കൂടെ പറയുമ്പോൾ മതമാണ് പ്രശ്നം. ശ്രീലേഖയാണ് ഞങ്ങളുടെ പ്രശ്നം, പീഡനമല്ല പ്രശ്നം. പ്രിയ സുഹൃത്ത് ജയചന്ദ്ര, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ അക്ഷരങ്ങളിൽ, വടിവൊത്ത അക്ഷരങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല പീഡനങ്ങൾ. ഇതല്ലാതെ കുടുംബങ്ങൾക്കുള്ളിൽ ധാരാളം പീഡനങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, യുവാക്കൾക്കെന്ന പോലെ യുവതികൾക്കും, നിസ്സഹായരും നിരാലംബരുമായിട്ടുള്ള യുവതികൾക്കും ഒക്കെ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നുണ്ട്. നിസ്സഹായരായതുകൊണ്ടും നാണക്കേട് കൊണ്ടും ഒരു പുറത്തു പറയാതിരിക്കുന്നുണ്ട്. നിങ്ങളൊരു മനുഷ്യ സ്നേഹിയാണെങ്കിൽ, ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കത് അന്വേഷിക്കാം, കണ്ടെത്താം, അവരെ സഹായിക്കാം. അതാണ് ഒരു സിവിൽ റൈറ്റ്സ് പ്രവർത്തകൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അല്ലാതെ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി, പേര് കിട്ടാൻ വേണ്ടി, ചില പേരുകൾ കണ്ടിട്ട് ചിലരെയൊക്കെ കുരുക്കാൻ വേണ്ടി നടത്തുന്ന ഹീനശ്രമം മനുഷ്യാവകാശ പ്രവർത്തനത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല, ചുമ്മാ കുളം കലക്കൽ പരിപാടിയുടെ പരിധിയിൽ മാത്രം വരുന്ന കാര്യങ്ങളാണ്. അതെ, സാറ് പറഞ്ഞതുപോലെ ജയചന്ദ്ര സാറേ, അതും തേഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.